അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓൺലൈൻ ഗൈഡിൻ്റെ പേഴ്സണൽ ഡയറി എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി സെൽഫ് ഇൻട്രൊഡക്ഷൻ പേജാണ്. ഈ പേജിൽ നമ്മുടെ ബയോഡാറ്റ മുഴുവനായിട്ടും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ്. നെയിം, പഠിക്കുന്ന ക്ലാസ്, ഡിവിഷൻ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർബന്ധമായി പൂരിപ്പിക്കേണ്ടതാണ്. മറ്റൊരു കോളമാണ് യൂസർ നെയിമും പാസ്വേഡും എഴുതാനുള്ള കോളം. മിക്കപ്പോഴും വിദ്യാർത്ഥികൾ പലപ്പോഴായി യൂസർ നെയിം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതികൾ വരാറുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മുടെ ഡയറിയിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഓൺലൈൻ ഗൈഡിൽ നിന്ന് ലഭിച്ച ഇത് പ്രകാരം എഴുതുകയാണെങ്കിൽ തുടർന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഡയറിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് പ്രോഗ്രസ് റിപ്പോർട്ട്. ഓൺലൈൻ ഗൈഡ് എല്ലാ മാസങ്ങളിലും സംഘടിപ്പിക്കുന്ന എക്സാമുകളുടെ മാർക്ക് എഴുതാനുള്ള സ്ഥലമാണിവിടെ. തുടക്കത്തിലെ ബ്ലാങ്ക് കോളങ്ങളിൽ അവരവരുടെ വിഷയങ്ങൾ, ഓരോ ക്ലാസ്സിലെയും വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും, അതവിടെ എഴുതി ചേർത്ത് തുടർന്ന് ടോട്ടൽ മാർക്കും എത്ര മാർക്കാണ് ലഭിച്ചതും അതേപോലെ തന്നെ ഗ്രേഡും അവിടെ എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ താഴത്ത് റാങ്ക് എഴുതാനുള്ള കോളവുമുണ്ട്. തുടർന്ന് ഓരോ മാസവും ടീച്ചറിൻ്റെയും പേരൻസിൻ്റെയും ഒപ്പീനിയൻസ്, അതായത് വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള അഭിപ്രായം നിർബന്ധമായും അവിടെ ടീച്ചേഴ്സിന് കളക്ട് ചെയ്തിട്ട് എഴുതുകയും അതേപോലെ തന്നെ പേരൻസ് അവരുടെ ഒപ്പീനിയൻ അവിടെ എഴുതുകയും വേണം. തുടർന്ന് ആ പേപ്പർ അവരുടെ ഉസ്താദിന് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള ഓരോ മാസങ്ങളിലെയും റിപ്പോർട്ട് എഴുതുമ്പോൾ വിദ്യാർത്ഥികളുടെ ഓരോ മാറ്റങ്ങളും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ആർട്ട് ഫെസ്റ്റിവൽ. ഓൺലൈൻ ഗൈഡ് വർഷം തോറും സംഘടിപ്പിക്കുന്ന ആർട്ട് ഫെസ്റ്റിവൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കുള്ളിലിരിക്കുന്ന കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഓരോ പരിപാടിയും എഴുതാനുള്ള സ്ഥലവും അവർക്കതിൽ കിട്ടിയ സ്ഥാനവും ഗ്രേഡും എഴുതാനുള്ള സ്ഥലവുമാണ് ഈ ഒരു പേജിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫെസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതാനുള്ള കോളം കൂടി താഴെ ചേർത്തിട്ടുണ്ട്. ഇത് പ്രകാരം വിദ്യാർത്ഥിയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ഈ ഒരു പേജിൽ നിന്ന് ആ ഒരു വർഷത്തിൻ്റെ അവസാനം വിദ്യാർത്ഥികളുടെ കഴിവ് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ്. അടുത്തതാണ് 1 മിനിറ്റ് നോട്ട്സ്. മറ്റുള്ള പേജുകളെല്ലാം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആവശ്യമുള്ളതാണെങ്കിലും 1 മിനിറ്റ് നോട്ട്സ് എന്നുള്ളത് എല്ലാ ഡെയിലി നോട്ട്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഉസ്താദ് നൽകുന്ന 5 മിനിറ്റിൽ ഡേറ്റും അതേപോലെ തന്നെ അന്നെടുത്ത സബ്ജക്റ്റും ഒരു കള്ളിയിൽ എഴുതി ആ ഒരു എടുത്ത ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ഒരു പോയിൻ്റാണ് അവിടെ എഴുതേണ്ടത്. പിന്നീട് ആ പോയിൻ്റ് ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും ക്ലാസ് ഗ്രൂപ്പ് മുഖേനയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും തുടർന്ന് അതിലെ കയ്യെഴുത്തും പോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും അനുസരിച്ച് ഓരോ ഉസ്താദുമാരും 5 സ്റ്റാർ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകും. ആ ലഭിക്കുന്ന സ്റ്റാറുകൾ നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും തുടർന്ന് മാസത്തിൻ്റെ അവസാനം അത് എത്ര സ്റ്റാർ ലഭിച്ചു എന്നുള്ള വിവരം ഉസ്താദുമാരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റീസിൻ്റെ മാർക്കിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുക. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഹാൻഡ് റൈറ്റിങ്ങും അതേപോലെ അന്നെടുത്ത ക്ലാസ്സുകളിലെ പ്രധാന ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യലും കൂടിയാണ് ഈ ഒരു പ്രധാനപ്പെട്ട നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഓരോ ഭാഗങ്ങളും പ്രത്യേകം മനസ്സിലാവുകയും തുടർന്ന് ഒരു മാസത്തിൻ്റെ അവസാനം അവർക്ക് കിട്ടിയ നോളജ് ഒന്ന് പുനർപരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തതായി ഫീ റിപ്പോർട്ട്സ് ആൻഡ് ഫീഡ്ബാക്ക്. ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിലാണ് രക്ഷിതാക്കൾ ഓൺലൈൻ ഗൈഡിൻ്റെ ഫീ അടയ്ക്കേണ്ട സമയം. നമുക്ക് ഇതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഓരോ മാസത്തിലെയും അടച്ചത് കൃത്യമായി രേഖപ്പെടുത്താനുള്ള കോളമാണ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ജൂൺ മാസത്തിൽ അടച്ചാൽ അതിൽ ടിക്കിടുക, മെയ് മാസത്തിൽ അടച്ചു കഴിഞ്ഞാൽ അതിൽ ടിക്കിടുക, അങ്ങനെ ഓരോ മാസത്തിലെയും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, രക്ഷിതാക്കൾക്കൊന്ന് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു കോളം ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ടുള്ള ഫീഡ്ബാക്ക് സെക്ഷനാണ്. ഫീഡ്ബാക്ക് സെക്ഷൻ നമ്മുടെ ഓൺലൈൻ ഗൈഡിനെ കുറിച്ചുള്ള, ഇത് നമ്മളൊരു വർഷത്തിൻ്റെ അവസാനം ചെയ്യേണ്ട കാര്യമാണ്. ഓൺലൈൻ ഗൈഡിനെ കുറിച്ചിട്ടുള്ള
ഗുണവും ദോഷങ്ങളും മറ്റു നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നൽകാവുന്നൊരു സെക്ഷൻ കൂടിയാണ്. ഓൺലൈൻ ഗെയിമിനെ കുറിച്ചുള്ള ഗുണമായാലും ദോഷമായാലും ഇനി എന്താണ് ഓൺലൈൻ ഗെയിമിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നിങ്ങൾക്കിവിടെ അഭിപ്രായമായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തത് ഡെയിലി അദ്കാർ. ഈ സെക്ഷനിൽ ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളുടെയും ദിക്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുഅ്മിനായ ഒരു വ്യക്തിയുടെ ദിവസത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നും അതിൻ്റെ ദിക്റുകളും കാര്യങ്ങളെല്ലാം ഈ സെക്ഷനിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് മുഖേന വിദ്യാർത്ഥികൾക്ക് ഇത് പഠിക്കാൻ സാധിക്കുകയും തുടർന്ന് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്യും.